നമ്മുടെ എല്ലാവരുടെയും സ്കൂളിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് അല്ലേ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്നത്. ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ച് വലിയ ചാപ്റ്റർ ആണ് അല്ലേ. എന്നാൽ ഇതിൽ നിന്നും 100% ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് ഏത് എക്സാം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞാലോ, ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തത് ഇവനാണ്. ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് 90 ഡിഗ്രി, ബാക്കി രണ്ടും 45 ഡിഗ്രിയാണ് ഇതിന്റെ ആംഗിൾസ് വരുന്നത്. എന്നിട്ട് ഇതിന്റെ 45 ഡിഗ്രിക്ക് എതിരെയുള്ള ഒരു സൈഡ് നിങ്ങൾ തന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള സൈഡ്സ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയും. എങ്ങനെയാണെന്നറിയോ? ഈ 45ന്റെ എതിരെ 2 ആണെങ്കിൽ ഈ 45ന്റെ എതിരെ 2 തന്നെയായിരിക്കും. ഇനി ഇതിന്റെ എതിരെ എത്രയായിരിക്കും എന്നറിയോ? ഇവിടെ രണ്ടും 2 ആണെങ്കിൽ 2√2 ആയിരിക്കും. ദെൻ നമുക്ക് നോക്കാം ബാക്കിയുള്ളത് 45, 45, 90 ഇങ്ങനെയാണ് അല്ലേ വരുന്നത്. ഇപ്പൊ ഇതിന്റെ എതിരെ 1 ആണെങ്കിൽ ഇതിന്റെ എതിരെ 1 ആയിരിക്കും. ഇതിന്റെ എതിരെ എത്രയായിരിക്കും? 1√2, അതായത് √2 ആയിരിക്കും. ഇനി ഇതിന്റെ എതിരെ 2 ആണെങ്കിൽ 2, 2, 2√2. ഇനി 3 ആണെങ്കിൽ 3, 3, 3√2. 4 ആണെങ്കിൽ 4, 4, 4√2. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വരുന്നത്. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കിയേ, ഇതുപോലെ ഒന്ന്. ഇതും റൈറ്റ് ട്രയാങ്കിൾ ആണ്. 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. ഇതെങ്ങനെയാ വരുന്നത് വെച്ചാൽ 30ന്റെ എതിരെ 2 ആണെങ്കിൽ 60ന്റെ എതിരെ എത്രയായിരിക്കും എന്നറിയോ? ഇതിന്റെ ഡബിൾ, 2ന്റെ ഡബിൾ എത്രയാണ്? 4 ആണ്. 90നെതിരെ എത്രയായിരിക്കും എന്നറിയോ? ഈ 2√3 ആയിരിക്കും. സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയാണ് അല്ലേ വരുന്നത്. ഇപ്പൊ ഇതിന്റെ എതിരെ 1 ആണെങ്കിൽ ഇതിന്റെ എതിരെ എത്രയായിരിക്കും? 1ന്റെ ഡബിൾ 2 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 1√3, അതായത് √3 ആയിരിക്കും. ഇനി ഇത് 2 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ 4 ആയിരിക്കും. ഇവിടെ 90നെതിരെ എത്രയായിരിക്കും? 2√3. ഇനി 3 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ 6 ആയിരിക്കും. ദെൻ അടുത്ത എത്രയായിരിക്കും? 3√3. ഇതുപോലെയായിരിക്കും വരിക. അപ്പൊ ഈ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തു. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.